ഗ്രാജുവേഷൻ കഴിഞ്ഞു, PG കഴിഞ്ഞു. ഈ കുട്ടികളോട് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജോലി നോക്കുന്നില്ലേ? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? ന്യൂസ് 18 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഗൈഡിങ് യുവർ ഡ്രീംസ്, ഷേപ്പിംഗ് യുവർ ഫ്യൂച്ചർ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. പഠനം കഴിഞ്ഞ് ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഒരു CV ആണ്, അല്ലെങ്കിൽ റെസ്യൂമേ ആണ്, അല്ലേ? ഈ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. അപ്പോൾ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ പഠനം കഴിഞ്ഞു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു CV ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അതിനുശേഷം ഏത് ജോലിക്ക് ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന CV തന്നെയാണ് എല്ലാവരും സബ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യം നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ഡ്രാഫ്റ്റ് ഒരു CV പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഡ്രാഫ്റ്റാക്കി വെക്കുക. അതിനുശേഷം ഏത് കമ്പനിയിൽ ഏത് ജോലിയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ആ പറയുന്ന CVയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പല കമ്പനിയുടെയും ഹയറിംഗ് പ്രൊസീജിയറിൽ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുമ്പോൾ ചില കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, റെസ്യൂമേ അപ്ഡേറ്റഡ് അല്ല, ഞാൻ ഈ പറയുന്ന 1-2 കോഴ്സും കൂടെ ചെയ്തിട്ടുണ്ട് എന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ജോബിന് വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ അപ്രോച്ചിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊരു കാഷ്വൽ തിങ് അല്ല. അപ്പോൾ CV അല്ലെങ്കിൽ റെസ്യൂം എന്ന് പറയുന്നത് ഒരു കാഷ്വൽ കാര്യമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ CV എന്നത് എല്ലാവരും കരുതുന്നത് ഒരു സമ്മറി ആയിട്ടാണ് കരുതുന്നത്. ആക്ച്വലി അതൊരു സമ്മറി അല്ല, നിങ്ങളെ സെല്ല് ചെയ്യുന്നൊരു പോയിൻ്റാണത്, അല്ലേ? നമ്മളൊരു പ്രോഡക്റ്റ് ആണെന്ന് കരുതുക. ആ പ്രോഡക്റ്റിനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എംപ്ലോയർ വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന റെസ്യൂം നോക്കിയാണ്, അല്ലേ? നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് റെസ്യൂം നോക്കിയിട്ടാണ്. അപ്പം അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. 3 കമ്പനികൾ അവരുടെ കമ്പനിക്ക് വേണ്ടി ഒരു സോപ്പ് മേടിക്കുകയാണ്. ഓക്കെ, ഒരു കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ പോലെയുള്ള സർവീസുകളാണ്. രണ്ടാമത്തെ കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്നത് സലൂൺ, സ്പാ അങ്ങനെയുള്ളതാണ്. മൂന്നാമത്തെ കമ്പനി കുട്ടികളുമായി ബന്ധപ്പെട്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഈ 3 കമ്പനിക്കും സോപ്പ് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു സോപ്പ് മാനുഫാക്ചററാണ്. നമ്മുടെ സോപ്പിന് പല ക്വാളിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ, ഈ പറയുന്ന മോയ്സ്ചറൈസിങ് നേച്ചറുണ്ട്, വളരെ ജെൻറ്റിലാണ്, ഒരു 99% ഇൽനെസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെയും ഇങ്ങനെയുള്ള വൈറസിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആ പറയുന്ന സോപ്പിൻ്റെ. അപ്പം നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ കമ്പനി, അതായത് ഹോസ്പിറ്റൽ പോലെയുള്ള സർവീസിലേക്ക് ഉള്ള കമ്പനിയാണ് നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ പറയുന്ന കമ്പനിക്ക് ആവശ്യമുള്ള ക്വാളിറ്റീനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ക്വാളിറ്റീസ് മെൻഷൻ ചെയ്യണം, പക്ഷേ ഹൈലൈറ്റ് വിൽ ബി ദാറ്റ് ക്വാളിറ്റി. അതുപോലെ തന്നെയാണ് ബ്യൂട്ടി ആൻഡ് സലൂണ്, സ്പാ അങ്ങനെയുള്ളവരുടെ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഈ പറയുന്ന ജെൻറ്റിലാണ്, മോയ്സ്ചറൈസിങ് ആണ്, ഒരു എന്താ പറയുന്നത് സ്കിന്നിന് ഫ്രണ്ട്ലി ആണ് എന്നുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ടോപ്പിൽ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് C എന്ന് പറയുന്ന കമ്പനിയിൽ ഈ ബേബി പ്രോഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് ആ രീതിയിലുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ്, വളരെ ജെൻറ്റിലാണ് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഏതാണ് കമ്പനി, എന്താണ് ജോബ് എന്ന് നോക്കി വേണം നിങ്ങളുടെ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ബയോഡേറ്റ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് മനസ്സിലായി. ഇനി രണ്ടാമത് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ടെംപ്ലേറ്റിനെ കുറിച്ച്. പലതരത്തിൽ ടെംപ്ലേറ്റ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്.
നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ അല്ല, ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഈ സിമ്പിളായിട്ടുള്ള ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തന്നെ റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുകയും അതിനൊരു ടെംപ്ലേറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വേൾഡിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ഗൈഡ് ഡയറക്ഷൻ, റെസ്യൂമെ പ്രിപ്പറേഷൻ്റെ ഡയറക്ഷൻ ലഭിക്കാനായിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് ഹാർവാർഡ് എക്സ്റ്റൻഷൻ റെസ്യൂമെ ഗൈഡ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടേത് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിലെ പേജ് നമ്പർ 7 കറക്റ്റായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് എന്താണെന്ന് അറിയാനും നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കണ്ടൻറ്റിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ ടെംപ്ലേറ്റും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ അവിടെ കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കും. സാധാരണഗതിയിൽ ആദ്യം SSLC, +2, പിന്നെ ഗ്രാജുവേഷൻ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ കൊടുത്ത് കാണാറുണ്ട്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്താണോ ആ പറയുന്നത് ആദ്യം കൊടുക്കുക. അതിന് താഴെയാണ് ബാക്കിയുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് മിക്കവാറും കമ്പനികളെല്ലാവരും ഹയർ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ കമ്പനിക്ക് യോജിക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. ഇനി എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എക്സ്പീരിയൻസിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളൊരു ഫ്രഷറാണെന്ന് വിചാരിക്കുക. അപ്പം എക്സ്പീരിയൻസ് ചോദിക്കാറുമുണ്ട്. അപ്പം നമുക്കറിയാം നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പോകുന്നവരാണ്. അപ്പം നിങ്ങളിത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് അവസരങ്ങളെന്ന് മനസ്സിലാക്കുക. അതിൽ നമുക്ക് വെർച്വൽ ഇൻറ്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് ഒരുപാട് കമ്പനീസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് എല്ലാം ഒരു ഫിംഗർ ടിപ്സിലാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർച്വൽ ഇൻറ്റേൺഷിപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു വെർച്വൽ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ല, നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസ് വേണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അവരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നമുക്ക് പേയ്മെൻ്റ് ഒന്നും വേണ്ട, എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെക്കാറുണ്ട്, ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര ഗുഡ് ആണ്, പിന്നെ ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, എനിക്ക് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനെ വെക്കാറുണ്ട്. ഇത് ഇങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾ വെക്കുന്നതിന് പകരം നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ പറയുന്ന കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഞാനൊരു കമ്പനിയിൽ ഒരു ടീമിനെ ലീഡ് ചെയ്തിട്ടുണ്ട്, ആ കമ്പനിയിൽ ഈ പറയുന്ന പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഒന്നിച്ച് പല പ്രോബ്ലംസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർക്ക് നേച്ചർ ആയിരുന്നു. ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കമ്പനി അല്ലെങ്കിൽ ആ HR മനസ്സിലാകും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതായത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരു റോളിൽ വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്നും ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടെന്നും ഈ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ പറയുന്ന ഗ്രാജുവേഷൻ്റെ സമയത്തോ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്തോ. അപ്പം ഈ പ്രോജക്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റ് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്തത് എന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. കൂടാതെ എന്ത് ടൂളാണ് നിങ്ങൾ ആ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിരുന്നതെന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ കണ്ടൻറ്റ് ആദ്യം ഒരു ഡ്രാഫ്റ്റ് ആക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടെംപ്ലേറ്റ് നമ്മൾ കണ്ടെത്തുക.
അതിനുശേഷം എന്ത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിനനുസരിച്ച് കണ്ടൻറ്റിനെ എഡിറ്റ് ചെയ്യുക. എല്ലാ ജോലിക്കും ഒരേ CV തന്നെ ഉപയോഗിക്കാതിരിക്കുക. സോ ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ജോബ് ഹണ്ടിങ്.